വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിലെ ജിരിബാം കൊലപാതകത്തിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്ത്. ശരീരത്തിൽ ക്രൂരമായ പരിക്കുകളും വെടിയുണ്ടകളും കണ്ടെത്തി. 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ 2 കണ്ണുകളും നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. അതേസമയം സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. മണിപ്പൂരിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ജിരിബാമിൽ കൊല്ലപ്പെട്ട 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്നത്. മൃതശരീരത്തിൽ മാരകമായി പരിക്കേറ്റിട്ടുണ്ടെന്നും വെടിയുണ്ടകളടക്കം കണ്ടെത്തിയതായും അധികൃതർ സ്ഥിരീകരിച്ചു. 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ 2 കണ്ണും നഷ്ടമായി. മാത്രമല്ല, കുഞ്ഞിന്റെ ഇടതു കാൽമുട്ടിന് വെടിയേൽക്കുകയും തലയോട്ടിക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 31 വയസ്സുള്ള സ്ത്രീയുടെ നെഞ്ചിലും വയറിനും വെടിയേൽക്കുകയും തലയോട്ടി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തകർത്തതായും റിപ്പോർട്ടിൽ പറയുന്നു. കുടുംബത്തിലെ കൊല്ലപ്പെട്ട മറ്റു 3 അംഗങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു. അതേസമയം ജിരിബാമിലുൾപ്പെടെ സംഘർഷാവസ്ഥ തുടരുകയാണ്. കൂടുതൽ സേനയെ വിന്യസിച്ചതിനു പിന്നാലെയും അക്രമ സംഭവങ്ങൾ രൂക്ഷമായതിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടെന്ന ആക്ഷേപവും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി.